ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. സ്വാതന്ത്ര്യം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യനിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിനു ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അവസ്ഥയിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്ന അവസ്ഥയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. ഇതിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷെ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. വോൾട്ടയറിന്റെ വാക്കുകളാണിത്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. വോൾട്ടയർ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. മനുഷ്യർ വിവിധ രീതികളിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമികമായ മാർഗം സംഭാഷണമാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള മാർഗം. എഴുത്തുകാരൻ പുസ്തകങ്ങളിലൂടെയാണ് തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. അവ നിഷേധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയുവാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവയ്ക്കൽ, വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജെ.എസ്. മില്ലിന്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിന്റെ അംശങ്ങളുണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. സമത്വം. ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. മതം, വർണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. എന്നാൽ എല്ലാവരുടെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. സമത്വത്തിന്റെ 3 മാനങ്ങൾ. രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. രാഷ്ട്രീയ സമത്വം. വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. സാമൂഹിക സമത്വം. വിവേചനങ്ങളുടെ അഭാവം, തുല്യപദവി, തുല്യ അവസരങ്ങൾ. സാമ്പത്തിക സമത്വം. തൊഴിലവകാശം, തുല്യജോലിക്ക് തുല്യവേതനം, വിശ്രമത്തിനുള്ള അവകാശം. നീതിയുടെ 3 തത്വങ്ങൾ. തുല്യരോട് തുല്യപരിഗണന, ആനുപാതിക നീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. തുല്യരോട് തുല്യപരിഗണന. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യപരിഗണനയും അർഹിക്കുന്നു. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. ആനുപാതിക നീതി. ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി. ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല. പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ. സമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ. തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. വിവിധ തരം അവകാശങ്ങൾ. രാഷ്ട്രീയ അവകാശങ്ങൾ. വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം. പൗരാവകാശങ്ങൾ. നിയമത്തിന് മുന്നിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. നിയമവാഴ്ച. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നാണ് നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യനീതിയും പരിരക്ഷയും ലഭിക്കണമെന്നുമാണ് നിയമവാഴ്ചയുടെ അന്തഃസത്ത. രാജ്യത്തെ പൊതുനിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല.
അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെന്റിന് അതിൻ്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ. ഭരണഘടനാ വ്യവസ്ഥ. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലികാവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരരുടെ മൗലികാവകാശങ്ങളിൽ കൈകടത്താൻ ഗവൺമെന്റിന് ചില പരിധികളുണ്ടായിരിക്കും. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഗവൺമെന്റിന്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കും. രാജവാഴ്ച. ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെന്റ് അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിൽ നിക്ഷിപ്തമായിരിക്കും. സ്വേച്ഛാധിപത്യം. രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുവാനോ വിമർശിക്കുവാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും നിരോധിച്ചിരിക്കും. സൈനിക സ്വേച്ഛാധിപത്യം. സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നു. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരിക്കുകയില്ല. പ്രതിഷേധങ്ങളോടും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തും. പാർട്ടി സ്വേച്ഛാധിപത്യം. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. മതരാഷ്ട്രം. മതനിയമങ്ങളനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരുവാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും. ഇന്ത്യയിലെ പാർലമെന്ററി വ്യവസ്ഥ. പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പാർലമെന്റിന് രണ്ട് സഭകളാണുള്ളത്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ലോക്സഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റാണെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ വഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമായിരിക്കും. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെന്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. അവിശ്വാസ പ്രമേയം. നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരുവാൻ കഴിയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യുവാനുള്ള പ്രായപരിധി 18 വയസ്സാക്കി കുറച്ചു. നിരക്ഷരത കൂടി ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെ നിരവധി പേർ എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണമെന്ന നിലപാട് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചു. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിന്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല.
ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൽ പ്രസക്തി വർദ്ധിക്കുന്നത്.